പൊന്നിച്ചാമി 6300, എമ്മൻ തങ്കവേലു 10800, ഡബ്ല്യു ശിവശങ്കരൻ 4500, പി തങ്കമ്മ 3800, കുഞ്ചിലക്ഷ്മി. துட்டு கொடுக்கும்போது என்ன ஒரு பாசம், திருப்பி கொடுக்கணும்னா கை வராதே. பொன்னிச்சாமி 2 வாட்டி தப்பிச்சாச்சு. அன்னைக்கு வாசன் இருந்தானா? இல்லையே. பின்ன எப்படிடா கிடைக்கும்? வா வா. எங்கடா அவன்? அது அவ ஊருக்கு போயாச்சு. எதுக்கு? அவ சொன்னானா? சொல்லடா, அம்மா கிட்ட சொல்லி. அது எப்ப திருப்பி வரும்? அதுவும் சொல்லலையா? அதுவா? அது அதுவும் தெரியாதா? பின்ன என்னதான் தெரியும்? உனக்கு ஊரு தெரியுமா? இவன் நிறைய போயிருக்க. அப்படியா? ஊர் எப்படி கண்ணா? அது நான் சொல்லடா, எப்படி? പാടം നിറയെ വയലായിട്ട്, അതിൽ കൊളായിട്ട്, പിന്നെ പറമ്പായിട്ട്, പിന്നെ വീടായിട്ട്. என்னடா சொல்றேன்? வீடு தெரியுமா? அது மட்டும் சொல்லு. சிங்காரோ, இவன் கூட போ. அவ எங்க இருந்தாலும் அவனை கூட்டிட்டு வா. புரிஞ்சுதா? புரிஞ்சுது. நடக்கடா. வாடா கண்ணா. இங்க நிறைய வேலை இருக்கு. இவன் எதுக்கு இந்த நேரத்துல ஊருக்கு போனோம்? இனிமே எங்கேயும் போக கூடாது. அவ இங்க தான் இருக்கணும். அவங்கிட்ட சொல்லி வைங்க. வந்தா சரிங்க. போங்க. എവിടായിരുന്നു നീ ഇതുവരെ? ഒരെണ്ണം തീ തിന്ന് വീട്ടിലിരിക്കുന്ന ഓർമ്മയുണ്ട് എനിക്ക്? നീ ഇതുവരെ എവിടായിരുന്നു? നീ ചവിട്ട്. അല്ല, ആശാനൊന്നും പറഞ്ഞില്ല. ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ നിന്നോട് ആരോടാ പറഞ്ഞേ നായേ? അമ്മ ചൊല്ലിയിരിക്കேன், அங்க நிறைய வேலை ഉണ്ട്. ഇതൊരു പണ്ടാരടങ്ങലല്ല. അണ്ണാ, മുത്തുലക്ഷ്മിയൊക്കെ അവിടെ അണ്ണനെ കാണാതെ. അവരെന്താ എന്നെ കാണാതെ ചത്തു? അങ്ങനെ പറയരുതണ്ണ. കണ്ടിപ്പാ ഉങ്ങളെ കൂട്ടിട്ട് വരണമെന്ന് അമ്മ പറഞ്ഞു. അത് തന്നെ ഞങ്ങൾ ഈ നേരത്തിലേ വന്നു. ആണോ? എങ്കിൽ വന്ന പോലെ തന്നെ മക്കളങ്ങ് തിരിച്ചു പോ. അണ്ണ എന്നാണ് പ്രശ്നം? പറയണ്ണ. വേണ്ട, ഞാൻ പറയും. അത് നീ അനുസരിച്ചാ മതി. ഇവനെയും വിളിച്ചോണ്ട് പോടാ. അയ്യോ, അങ്ങനെ അണ്ണ, അപ്പൊ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോ മനസ്സിലാവില്ലടാ നായേ. ഓ, വാസവനെ പ്രാന്ത് തെറ്റാതെ പോ. പോടാ. അപ്പം മുത്തുലക്ഷ്മി പത്തി വിടർത്തി തുടങ്ങി. சொல்லு, உனக்கு புரிஞ்சதெல்லாம் சொல்லு. சொல்றா. உனக்கு எல்லாமே தெரியும். உனக்கு மட்டும் தான் தெரியும். சொல்லு கண்ணா, சொல்லு. அவனுக்கு என்ன பிரச்சனை? அது ഞാൻ പറഞ്ഞതെല്ലാം സത്യ. എനിക്ക് ഇത്രേ അറിയാവൂ. ഇതൊന്നും വേണ്ടായിരുന്നു.
சிங்காரோ செம்பகம் எல்லாரும் வாங்க. வந்துட்டேன். என்ன அம்மா? நான் ஒரு முடிவுக்கு வந்திருக்கேன். நாளைக்கு எனக்கு கல்யாணம். என்ன எல்லாரும் சந்தேகப்படுறீங்க? சொல்றது நிஜம்தான். சிங்காரம், வேண்டிய வேலைகள் எல்லாம் சீக்கிரமா செஞ்சிடு. சரிம்மா. അമ്മ അണ്ണൻ വന്നു. എന്താണ് അവിടെ വിശേഷം? അതല്ലേ ഞങ്ങൾ ഇന്നലെ വന്ന് വിളിച്ചു. അമ്മ வந்தாச்சா? உள்ளே வா. சாப்பிடு கண்ணா, சாப்பிடு. அம்மாவுக்கு கல்யாணமா? அச்சோ, மெதுவா சாப்பிடு. இந்த தண்ணி குடி, மெதுவா. அந்த ஊம பையன் தானே கெட்டிக்க போறேன். அதுக்கு நீ ஏன் டென்ஷன் அடிக்கணும்? ஐயோ, குடிச்சிட்டியா? என்ன பசிக்கலையா? சொல்லு. என்ன இங்க என்ன விசேஷம்? அது சொல்றேன். എന്താ ഇതെല്ലാം? കസവ് വേഷ്ടി ഉനക്ക് നല്ലവേ ചേരും. ഇത് പിടി. പിടിച്ചാച്ചാ? എന്താ എന്താ നിന്റെ ഉദ്ദേശം? ഓ சாரி, அது வந்து மேட்டர் சொல்லலையே. இன்னைக்கு சாயங்காலம் நம்ம கல்யாணம். அந்த ஊம பையனும் பெண்ணுக்கும் கல்யாணத்துக்கு முன்னாடியே இது நடக்கணும். சந்தோஷம் ஆச்சா? என்ன என்ன கல்யாணம் பண்றதுக்கு ஏதாவது கஷ்டம் இருக்கா? என் புருஷன் போனதுக்கு அப்புறம் நான் நின்ன மாத்திரம் இஷ்டப்பட்டு இனி முதல் நீ தான் என் புருஷன். என்ன எனக்கு பிடிக்கலையா? அம்மா, நான் பயந்துட்டேன். உனக்கு என்ன பிடிக்காதுன்னு நான் பயந்துட்டேன். ഇല്ലില്ല, തീവ്രവാദമായിട്ട് നമ്മുടെ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. മോനെ ഒന്ന് പൊക്കി കെട്ടിക്ക. ഒരല്പം കൂടി. നിങ്ങളെ പണി അവിടെ എത്തി. ഇത് കെട്ടി തീർന്നാ പണി തീർന്നു. പിന്നെ മേശയും കസേരയൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടില്ലേ? ഇനി അന്നേരം കിടന്ന് ഓടാൻ പറ്റില്ല. ആ ട്യൂഷനും ബാക്കിയുള്ളതൊക്കെ കാലത്ത് തന്നെ എത്തിക്കാന്ന് പറഞ്ഞു. കാലത്ത് അതിനൊന്നും ഓടാൻ ഇവിടെ ആളെ കിട്ടൂല. അതെ, അത് അയാൾ തന്നെ കൊണ്ടുവന്നേക്കാ പറഞ്ഞു. ആര് കൊണ്ടുവന്നാലും സമയത്തിന് സാധനം വേണം. സാധനമൊക്കെ കലവറൊക്കെ ആ പടവലങ്ങയൊക്കെ ആവശ്യത്തിന് എടുത്ത് വെക്കണം. എന്നോടും കൂടി ചെല്ല്, നീ ചെല്ല്. അതെ, സ്മോള് വല്ലതും ഉണ്ടോ? ഒന്ന് പോയാലോ അവിടുത്തെ. മരണ വീടായാലും കല്യാണം വീടായാലും കള്ളു മുന്നിൽ വേണം. ഞങ്ങളുടെ പണി തീർന്നു. തീരെ രാവിലെ കെട്ട് സമയത്ത് ചെക്കനും പെണ്ണിനും വന്ന് അനുഗ്രഹിക്കുക, എന്നിട്ട് ഉച്ചക്ക് ചാപ്പാട് അടിച്ച് പിന്നെ ഈ പന്തല് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോയാൽ പനി തീരുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ കാശ് വല്ലതും വേണം. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ മതി. പിന്നെ കലവറയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്നാലാണ് ഒരു ഫോണും ഉണ്ട്. വാ വാ വാ. കണ്ടോ, പട്ടിയുടെ വാല് പന്തീരാണ്ട് കൊല്ലം കോയലിട്ടാലും നീരൂല എന്ന് പറഞ്ഞ കേൾക്കാണ് ഇവന്റെ കാര്യം. അതെ, നീ ഇതൊക്കെ നിവർത്തിയിട്ട് നാളെ ഒരു ദിവസങ്ങളിൽ വൃത്തിയായി നടക്കും.
എന്നിട്ട് കണ്ടു. അതെ കല്യാണ ചക്കനെ ഷർട്ടിന്റെ കൈയൊക്കെ നിവർത്തിട്ട് ദാ ഈ ബട്ടണൊക്കെ ഇട്ട് നല്ല ചുള്ളനായിട്ട് വേണം പന്തലിൽ വരാൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും, പക്ഷെ അനുസരിക്കില്ല. അതൊന്നും കുഴപ്പമില്ല, അവന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അതെ, നാളെ നമ്മുടെ അമ്മുക്കുട്ടിനെ കണ്ടോ, നല്ല സുന്ദര കുട്ടിയായിരിക്കും. എടാ മരകുമടാ താത്ത് മണവാളനാ മണവാളൻ. അല്ല ആ, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ചിരിച്ചു കളിച്ചിരുന്നാ മതിയോ? അത് ശരിയാ, നേരെ ഒത്തിരിയായി. ഇനി പോവാനുള്ള പോയിട്ട് നാളെ നേരത്തെ ഇങ്ങോട്ട് വരിക. രാത്രി ഇവിടെ ഇപ്പൊ ആളുടെ ആവശ്യം അതെ. എന്താ? പായസം കൂടി ഇറക്കിയ പണി തീർന്നില്ലേ? അതെ, ആ, മുഹൂർത്തം 9:30ക്കും 10 കിടക്കല. അതെ 10 മണിക്ക് എനിക്ക് ജില്ലാ കമ്മിറ്റി ഉള്ളതാണ്. ആണോ? അതിന്റെ പേരിൽ മുഹൂർത്തം നമുക്ക് 8 മണിക്കാക്കാൻ പറ്റൂ. ഒരേക്കാക്കി തന്നാലോ? സൗകര്യം. അടി തന്നാലോ? പാചകക്കാരടുത്ത് ആരും നിക്കണ്ടേ? നിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പണി തീരാണ്ട് ഒരെണ്ണത്തിന് ഒരു തുള്ളി തൊടിക്കരുത്. അതെ, ആ. അത് ശ്രദ്ധിച്ചാ മതി. ആ, രണ്ടെണ്ണം നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, ഇരുന്ന് മനോരാജ്യം കാണാണ്ട്. വാ, അവര് കുറച്ചേരം കിടക്കട്ടെ. അമ്മ വരട്ടെ. നാളെ നേരത്തെ കാണാം. ആ. പോട്ടെടി. പോട്ടട കള്ള. അയ്യോ.